നന്മ മാത്രം പ്രവർത്തിച്ച് ജീവിച്ച, ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ജീവിച്ച ഒരു മനുഷ്യൻ, അയാൾ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം അയാൾ നിത്യനരകത്തിലായിരിക്കും, ഒരിക്കലും സ്വർഗത്തിലേക്ക് വരില്ല. അത് ശരിയാണോ തെറ്റാണോ അങ്ങനെ അങ്ങനെ അയാളെ നരകത്തിലിടുന്നത്? അത് ശരിയല്ലോ, ശരിയല്ല. അങ്ങനെയൊക്കെ വഴിയില്ലോ. അത് ശരിയാണോന്നാ ഞാൻ ചോദിക്കണത്. ഇനിയിപ്പേ അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. എന്ത് ശരിയാണ്? അങ്ങനെ നരകത്തിലിടുന്നത് ശരിയാണെന്ന്? എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. എങ്ങനെ ശരിയാവുക? അപ്പൊ പിന്നെ അയാൾ നന്മ ചെയ്തൊക്കെ എന്തിനാ മാങ്ങ പറിക്കാനോ? അയ്യോ വീണ്ടും പോയിന്റ്. അപ്പൊ നിങ്ങളല്ലേ ഖുർആൻ ഓതിയത് നന്മ ചെയ്ത അതിന് ഗുണമുണ്ട്, അണുമണിത്തൂക്കം. അപ്പൊ ആ നന്മ എവിടെ പോയി? ആ ഗുണം എവിടെ പോയി? നിങ്ങൾ ആദ്യം പറഞ്ഞ അണുമണിത്തൂക്കം നന്മ ചെയ്ത അതിന്റെ ഗുണം കിട്ടുന്നല്ലേ? അതെ അല്ലേ? ഇസ്ലാമിലെ അതല്ലേ നിങ്ങൾ പറഞ്ഞത് ഖുർആനൊക്കെ ഓതി വലിയ ഡെക്കറേഷൻ കൊടുത്തത്? അതന്നെ. ഈ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച ആള് അണുമണിത്തൂക്കല്ല, കിൻഡൽ കണക്കിന് നന്മ ചെയ്ത ആളാണ്. അയാളുടെ കിൻഡൽ കണക്കിന് നന്മയുടെ ഗുണം എവിടെ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങളല്ലേ പറഞ്ഞ അണുമണിത്തൂക്കം ചെയ്ത് എന്തോ ഉണ്ടാക്കുന്നു? എവിടെ? കിൻഡൽ കണക്കിന് നന്മ ചെയ്ത ഈ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പറഞ്ഞ ആള് നിത്യനരകത്തിലിടുന്നത് എങ്ങനെയാണ്? അത് ന്യായമാവുന്ന എങ്ങനെയാണ്? അല്ല, ഫാത്തിയുടെ ഒരു നിങ്ങൾ ഫാത്തിയിലേക്ക് പോകല്ല, ആദ്യം മണിമണിത്തൂക്കം വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. വിളിച്ചു ചോദിച്ചിട്ട് നിങ്ങള് ഇപ്പൊ ആൾക്കാരിങ്ങനെ തെറ്റിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എനിക്ക് അർത്ഥം അറിയാൻ നിങ്ങൾ ഖുർആന്റെ പരിഭാഷ എടുത്ത് വെച്ച് വായിക്കുക, അതല്ലേ വേണ്ടത്? എന്നെ വിളിച്ചിരിക്കുകയാണ് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. എന്നാ പരിഭാഷയിൽ എന്താ എഴുതിയെന്ന് പറയും. ഒരു നന്മ ചെയ്താൽ അതുണ്ടാവും, ഒരു തിന്മ ചെയ്താൽ അതുണ്ടാവും. അതെ, എങ്ങനെ മനസ്സിലായി?